കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്റ്റോ നമ്പർ 1596 വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ അധ്യക്ഷനായി. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് 1596 2023-2024 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പൊതുയോഗം നടന്നു. ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാറിന്റെ അധ്യക്ഷതയിൽ ബാങ്ക് വക പെരിങ്ങാല CSLP സ്കൂളിലായിരുന്നു പൊതുയോഗം നടന്നത്. ബാങ്ക് സെക്രട്ടറി ബിജു ആർ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. വരുന്ന സാമ്പത്തിക വർഷം ബാങ്ക് ആരംഭിക്കാൻ പോകുന്ന നീതി മെഡിക്കൽ സ്റ്റോർ, കാറ്ററിംഗ് യൂണിറ്റ്, മൊബൈൽ മോർച്ചറി, ഫ്യൂണറൽ ബർണർ പദ്ധതികൾക്കും വിനോദ തീർത്ഥാടന പദ്ധതികൾക്കും പൊതുയോഗം അംഗീകാരം നൽകി. സഹകരണ ബാങ്കിലെ സഹകാരികളുടെ പങ്കാളിത്തം യോഗത്തെ ശ്രദ്ധേയമാക്കി. സഹകരണ മേഖലയിൽ നിന്നും ജനങ്ങൾ അകന്നു പോകുന്നു എന്ന കുപ്രചരണത്തിനുള്ള തിരിച്ചടിയാണ് ഈ പങ്കാളിത്തമെന്ന് ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ പറഞ്ഞു. വാർഷിക പൊതുയോഗം വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹകരണ രംഗം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ദൈനംദിന ചില വാർത്തകൾ മാധ്യമങ്ങളുടെ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നു. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് എന്ന തരത്തിലുള്ള ഒരു സൊസൈറ്റി ആദ്യഘട്ടത്തിൽ രൂപീകരിക്കുന്നത് നമ്മുടെ 95 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ പ്രദേശത്തെ കൃഷിക്കാരായിട്ടുള്ളവർ ഒത്തുചേർന്നുകൊണ്ട് സഹകരണ സംഘം രൂപീകരിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിൽ 125 വർഷക്കാലത്തിലധികമായി സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. യൂറോപ്പിലാണ് ആദ്യമായി സഹകരണ രംഗത്തൊരു സൊസൈറ്റി രൂപപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലയാളികൾക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇന്ന് ലോക സഹകരണ രംഗം പരിശോധിക്കുമ്പോൾ മലയാളികളുടെ നാടായിട്ടുള്ള, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളമാണ് സഹകരണ രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലം. നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനമാണ്. സഹകരണ രംഗം എത്തിച്ചേരാത്തതും എത്തിപ്പെടാത്തതുമായിട്ടുള്ള ഒരു മേഖലയില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവരുടെ ജീവിതാവസാന യാത്രയിൽ വരെ കൈത്താങ്ങായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നിലകൊള്ളുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, അതുപോലെ തന്നെ വ്യവസായ രംഗത്ത്, റോഡ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട മേഖലയിൽ അടക്കം ഞാൻ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ പെരിങ്ങാല സ്വദേശി അരുൺ കരിമുട്ടം, കവി സുരേഷ് സോമൻ എന്നിവരെ പൊതുയോഗം ആദരിച്ചു. ബാങ്ക് ഓഡിറ്റർമാരായ ആബിദ, സൂര്യ, ഭരണസമിതി അംഗങ്ങളായ ജി ഹരി, ടി കെ സുകുമാരൻ, അബ്ദുൾ സമീർ, അബ്ദുൾ സലീം, ജോൺ കുരുവിള, ഭദ്രൻ കെ, വിനയ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് നീതു എസ്, രശ്മി എസ്, കാർത്തിക കുട്ടിയമ്മ, ബാങ്ക് ജീവനക്കാരായ അനിതകുമാരി പി, ജ്യോതിലക്ഷ്മി ഒ, രാജി MD, സുനിതകുമാരി പി, അശ്വതി മോഹൻ, സുൽഫിയ അക്ബർ എ, രാധിക സന്തോഷ്, ജലജ വിനോദ് കുമാർ, ആശ രാജീവ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.